നമസ്കാരം കുട്ടികളെ. ഉറവങ്കര മാത്സര്യത്തെ പറ്റി ഉള്ള വിവരണം തുടരുകയാണ്. അദ്ദേഹത്തിന് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നല്ല അറിവും താല്പര്യവും ഉണ്ടായിരുന്നു എന്ന് പറയുണ്ടായല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളിലും ആ അറിവിൻ്റെ കുറേശ്ശെ ലാഞ്ചനങ്ങൾ കാണാം. 59 ആർഷമത വിശ്വാസമായ ശരീരം നശിക്കും ആത്മാവ് നശിക്കുന്നില്ല എന്ന വിഷയം സൂചിപ്പിച്ചപ്പോൾ 60-ാമത്തെ ഇന്ന് കാണാൻ പോകുന്ന ശ്ലോകത്തിൽ ആയുർവേദത്തിൽ അദ്ദേഹത്തിൻ്റെ അവഗാഹം, അതിലുള്ളൊരു കൂട്ടിനെ പറ്റിയിട്ടാണ്, ഒരു യോഗം, ഈ മരുന്നുകളുടെ യോഗം, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ഗുണങ്ങളോരോന്നിഹ മത്സരത്തിൻ കണങ്ങളാണോർക്കിൽ അപണ്ഡിതാനാം ഉണങ്ങിടാ മത്സരമാകും അന്തർവ്രണം മഹാതിക്തകസേവ കൊണ്ടും. അപ്പോൾ ഇതിൻ്റെ അന്വയം: ഓർക്കുകിൽ അപണ്ഡിതാനാം ഗുണങ്ങൾ ഓരോന്ന് ഇഹ മത്സരത്തിൻ കണങ്ങൾ ആണ്, മഹാതിക്തക സേവ കൊണ്ടും മത്സരമാകും അന്തർവ്രണം ഉണങ്ങിട. ഇതാണ്. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ഓർക്കുകിൽ ആണ്, ആലോചിച്ച് നോക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അപണ്ഡിതാനാം, അപണ്ഡിതന്മാർക്ക് അവരുടെ ഗുണങ്ങൾ ഓരോന്ന് ഇഹ. അപ്പോൾ അപണ്ഡിതന്മാർക്ക് ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഗുണദോഷ സമ്മിശ്രമാണ് നമ്മളൊക്കെ. അതിൽ ചിലവർക്ക് ഗുണം വളരെയധികം കൂടുതലുള്ള, ദോഷം കുറവുള്ള ആൾക്കാരുണ്ടാവും, മറിച്ചുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ? പാണ്ഡിത്യം. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ട ഉള്ള ആൾ, വിദ്യ, അറിവ് ഉള്ള ആളാണ് പണ്ഡിതൻ. അതില്ലാത്ത ആളെ പാമരൻ എന്ന് പറയും, അപണ്ഡിതൻ. അപ്പം അപണ്ഡിതന്മാർക്ക് അവരുടെ ചില കഴിവുകൾ, എല്ലാവർക്കും ഓരോ കഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ കഴിവുകളെ അവർ നല്ല വിധത്തിലല്ല ഉപയോഗിക്കുക. മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടിയുള്ള ഓരോ അതിനുള്ള ഉപാധിയായിട്ട് അതിനുള്ള കണങ്ങളെന്ന് പറഞ്ഞാൽ, കണം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി, കഷ്ണം, ചെറിയൊരു ഭാഗം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇത് മത്സരിക്കാൻ പറ്റിയതാണ്. ഇത് മറ്റുള്ളവരായിട്ട് മത്സരിച്ച് എനിക്ക് ജയിക്കണം, അതിനു വേണ്ടി ഉപയോഗിക്കാം എൻ്റെ ഈ കഴിവ് എന്ന്. ഏത് കഴിവായിട്ടപ്പോൾ പ്രസംഗിക്കാനുള്ള കഴിവാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിശക്തി, കുറച്ച് ദുഷ്ബുദ്ധിയാവുമെന്ന് മാത്രമേ ഉള്ളൂ, അതുണ്ടാവും. അല്ലെങ്കിൽ ശാരീരിക ശക്തി ഉണ്ടാവും. എന്തായാലും മറ്റൊരാളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്, ആ മത്സര ബുദ്ധിയാണ് അവിടെ ഉള്ളതെന്നർത്ഥം. അപ്പം അവർക്ക് അവരുടേതായുള്ള ഗുണങ്ങൾ വലുതുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഉപയോഗപ്പെടുത്തുക എന്ന് ചുരുക്കം. ഷേക്സ്പിയറുടെ ഒരു കോട്ട് ആണെങ്കിൽ, ഇറ്റ് ഈസ് എക്സലൻറ്റ് ടു ഹാവ് എ ജയൻറ്റ് സ്ട്രെങ്ത്, ബട്ട് ഇറ്റ് ഈസ് ടൈറണസ് ടു യൂസ് ഇറ്റ് ലൈക്ക് എ ജയൻറ്റ്. അതായത് ഒരു ചെകുത്താൻ്റെയോ പിശാചിൻ്റെയോ ശക്തി നമുക്കുണ്ടാവുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ അത് ഒരു പിശാചിനെ പോലെ പൈശാചികമായി ഉപയോഗിക്കുക എന്നുള്ളത് നിഷ്ഠുരതയാണ് എന്നാണ് അതിൻ്റെ ഏകദേശാർത്ഥം. അപ്പം അതുപോലെയാണ് ഈ അപണ്ഡിതന്മാർ. പണ്ഡിത്യമില്ല അവർക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അവരുടെ ഗുണങ്ങൾ എല്ലാം മത്സരത്തിന് വേണ്ടിയിട്ടാണ്, മാത്സര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഈ മാത്സര്യം എന്നുള്ളത് ഒരു മനോവികാരമാണ്, നേരത്തെ നമ്മൾ കണ്ടു. അത് മനസ്സിനെയാണ് കേടുവരുത്തുക. അപ്പോൾ ഇത് ഒരു അന്തർവ്രണം ആണ് എന്നാണ് കവി പറയുന്നത് ഉത്തരാർത്ഥം കൊണ്ട്.
ഉണങ്ങിട മത്സരമാകും അന്തർവ്രണം മഹാതിക്തക സേവ കൊണ്ടും. വ്രണം എന്ന് പറഞ്ഞാൽ എന്താ? മുറിവ്. അത് അന്തർവ്രണമാകുമ്പോൾ ഉള്ളിലുള്ള മുറിവ്. അപ്പോൾ പുറത്തെ മുറിവാണെന്ന് വെച്ചാൽ നമുക്കത് വൃത്തിയാക്കാനോ മരുന്ന് വെച്ച് കെട്ടാനോ ഒക്കെ എളുപ്പമുണ്ട്. ഉള്ളിലാവുമ്പോൾ അത്ര എളുപ്പമല്ല. അപ്പം അതിന് ആയുർവേദത്തിലുള്ള ഒരു വിധിയാണ് മഹാതിക്തക സേവ. തിക്തകം എന്ന് പറഞ്ഞാൽ എന്താ? കയ്പുള്ള സാധനം. തിക്തകം ആയാൽ അത് കരിങ്ങാലി അല്ലെങ്കിൽ വേപ്പ്, കഴിക്കണ വേപ്പില്ലേ, അത് പടവലം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ കഴിക്കണ വേപ്പിൻ്റെ സമൂലം, വേരായാലും ഇലയായാലും തൊലിയായാലും ഒക്കെ നല്ല കയ്പ് തന്നെയാണല്ലോ. അതൊക്കെയാണ് ഇതിൽ കൂട്ട്. പിന്നെ എന്തൊക്കെയാണ് കൂട്ടെന്ന് നമുക്കറിയില്ല, ആയുർവേദം പഠിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം അത് സേവിച്ചാൽ ആ മഹാതിക്തകം, അപ്പോൾ കഷായമായിട്ടോ നെയ്യായിട്ടോ എങ്ങനെയൊക്കെയാണെന്നറിയില്ല, അത് അകത്തേക്ക് ചെന്നാൽ ഉള്ളിലുള്ള മുറിവുകൾ ഒക്കെ കരിയും. അതിനിപ്പോൾ പാൻ്റനാളം, ആമാശയം, ചെറുകുടല, വൻകുടല മുതലുള്ള ഈ ഭക്ഷണം പോകുന്ന വഴി, പിന്നെ അതിന് കുറച്ച് മറ്റുള്ള ഭാഗത്തേക്കും കുറേശ്ശൊക്കെ ഇതിൻ്റെ ഫലം ഉണ്ടായി എന്ന് വരാം. അത് ഈ പറഞ്ഞ മാതിരി വൈദ്യന്മാർ പറഞ്ഞാൽ അത് ചെയ്യുക ഓർത്തുള്ളൂ. അത് പെട്ടെന്നൊന്നും മാറില്ല. കുറേ 2-3 മാസമൊക്കെ കഴിച്ചാലാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഫലം തന്നെ ഇടയ്ക്ക് പുറത്തു വരുള്ളൂ. എന്നാൽ അതുകൊണ്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഉണങ്ങിട, ഈ മുറി ഉണങ്ങാൻ വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഈ മരുന്ന് കഴിക്കണത്. അത് തിക്തക സേവിച്ച് കഴിഞ്ഞാലും മഹാതിക്തക കഴിച്ചാലും അത് ഉണങ്ങാൻ പോകില്ല. അപ്പോൾ എപ്പോഴും ഉള്ളിലിങ്ങനെ അത് പഴുത്ത് ചലം കെട്ടി ഒലിച്ച് അങ്ങനൊരു മട്ടിലാവും മനസ്സിലെന്നർത്ഥം. ഈ വൈരം അല്ലെങ്കിൽ മാത്സര്യബുദ്ധി വന്നുപെട്ടാൽ അത് എപ്പോഴും മനസ്സിന് വിഷമമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് പിന്നെ അത് പോവാൻ വിഷമാണ്. മരുന്നില്ലെങ്കിൽ പിന്നെ ആജീവനാന്തം അതുകൊണ്ട് നടക്കേണ്ടി വരില്ലേ. അപ്പം അത് കുട്ടികളെ നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കണം. ഇത് മരുന്നില്ലാത്തൊരു രോഗമാണ് എന്ന് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കവി. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഗുണങ്ങളോരോന്നിഹ മത്സരത്തിൻ ഗണങ്ങളാണോർക്കിൽ അപണ്ഡിതാനാം ഉണങ്ങിടാ മത്സരമാകുമന്തർവ്രണം മഹാതിക്തക സേവ കൊണ്ടും. എല്ലാവർക്കും നമസ്കാരം.